പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തോടനുബന്ധിച്ചുള്ള കാവടി പുറപ്പാടിന് തുടക്കമായി. പാലൂരിലെ 10 ദേശങ്ങളിൽ കാവടി ഗൃഹസന്ദർശനം നടത്തും. ജനുവരി 5 മുതൽ ഫെബ്രുവരി 1 വരെയുള്ള ദിവസങ്ങളിലാണ് പ്രസിദ്ധമായ പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവം നടക്കുന്നത്. രഥോത്സവത്തോടനുബന്ധിച്ചുള്ള കാവടി പുറപ്പാടിന് പാലൂർ കളരിയിൽ നിന്നും തുടക്കമായി. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം രാവിലെ 9 മണിക്ക് കാവടിക്കൂട്ടങ്ങൾ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ തട്ടകത്തമ്മയുടെ ആലഞ്ചേരി ക്ഷേത്രം വലം വെച്ചു. തുടർന്ന് ആറ്റുപുറത്ത് മനയിലെത്തി കൃഷ്ണൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ കാവടി പൂജ ചെയ്ത് ഗൃഹസന്ദർശനം നടത്തി ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ പാലൂരിലെ 10 ദേശങ്ങളിൽ കാവടി ഗൃഹസന്ദർശനം നടത്തും. പാലൂർ തൈപ്പൂയ രഥോത്സവം കാവടി പുറപ്പാടോടുകൂടി ആരംഭിച്ചു. 10 ദേശങ്ങളിലും കാവടിക്കൂട്ടങ്ങൾ വീടുകൾ കയറി തൈപ്പൂയ രഥോത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ഉള്ള ചടങ്ങുകൾ ആരംഭിച്ച് അടുത്ത ജനുവരി 26 നടക്കുന്ന തൃക്കൊടിയേറ്റോടുകൂടി മഹാരഥോത്സവം ഫെബ്രുവരി മാസം 1 തീയതി ഞായറാഴ്ച നടത്തുന്നു. വൈകുന്നേരം ദീപാരാധനയും തായമ്പകയും വിശേഷാൽ പൂജയും സമാധി സ്വാമികൾക്ക് ഗുരുപൂജയും നടത്തി. പഞ്ചാരിമേളവും അരങ്ങേറി. ജനുവരി 26 അശ്വതി നാളിൽ രഥോത്സവത്തിന് കൊടിയേറും. അന്ന് നടക്കുന്ന സർവമത സൗഹാർദ്ദ സാംസ്കാരിക സമ്മേളനമാണ് രഥോത്സവത്തിലെ പ്രധാന പരിപാടി. ഫെബ്രുവരി 1 ഞായറാഴ്ച മഹാരഥോത്സവം ആഘോഷിക്കും. വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളും നാടൻ കലാരൂപങ്ങളും വാദ്യമേളങ്ങളുമെല്ലാം ഉത്സവ കാഴ്ചകൾ സമ്മാനിക്കും. 26 നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനവും നിരഞ്ജന അനുസ്മരണവും നടത്തുന്നു. 30 തീയതി വൈകുന്നേരം 6 മണിക്ക് ഗംഗാ ശശിധരൻ വയലിനിസ്റ്റ് അവതരിപ്പിക്കുന്ന ഗംഗാ തരംഗം എന്ന പ്രോഗ്രാമും 27, 28, 29 ദിവസങ്ങളിലും തായമ്പക, എഴുന്നള്ളിപ്പ്, കലാപരിപാടികൾ, നൃത്തനൃത്യങ്ങൾ, ബാലെ, അതുപോലെ തന്നെ ഫെബ്രുവരി മാസം 1 തീയതി ഞായറാഴ്ച തൈപ്പൂയ രഥോത്സവത്തോടനുബന്ധിച്ച് വർഷത്തിലൊരു ദിവസം മാത്രം നടത്തുന്ന ഒരു കുടം പാലും പഴവും എന്നുള്ള ഒരു വിശേഷ വഴിപാട് പാലൂരപ്പന്. പഴത്തിനായി പഴനിയിലും പാലിനായി പാലൂരിലും കുടികൊള്ളുന്ന പാലൂരപ്പൻ്റെ ഒരു വിശേഷ വഴിപാടാണ്. അനേകായിരം ആളുകൾ പങ്കെടുക്കുന്ന ആ പരിപാടിയും തുടർന്ന് വൈകുന്നേരം മഹാരഥോത്സവം കലാപരിപാടികളും തായമ്പക, അതുപോലെ തന്നെ പഞ്ചവാദ്യം, എഴുന്നള്ളിപ്പ്, ആന, ടാബ്ലോ എല്ലാം തറാപ്പൂതം തുടങ്ങിയ കേരളീയ മാതൃകയിലെ എല്ലാ കലാപരിപാടികളും അവതരിപ്പിക്കുന്നു. നിത്യവും ചുറ്റുവിളക്കും നിറമാലയും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം പൂജാരി പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ, ഗോപാലകൃഷ്ണ പണിക്കർ, ദേവദാസ പണിക്കർ എന്നിവർ അറിയിച്ചു. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.